ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനം കൂടിയാണ്. അദ്ദേഹം ഓർമ്മയായിട്ട് 3 വർഷമാവുകയാണ്. ചാണ്ടി ഉമ്മനും PC വിശ്വനാഥും അടക്കം കോൺഗ്രസ് നേതാക്കൾ കല്ലറയിലെത്തി മെഴുകുതിരി തെളിയിച്ചു. പുതുപ്പള്ളി പള്ളിയിൽ പ്രത്യേക കുർബാനയിൽ നൂറുകണക്കിന് പേരാണ് പങ്കെടുത്തത്. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ഉച്ചയ്ക്ക് പുതുപ്പള്ളിയിൽ എത്തുന്നുണ്ട്. അജിത് ബാബു വിവരങ്ങളുമായി ചേരുന്നു കോട്ടയത്ത് നിന്ന്. അജിത്ത്, ഉമ്മൻചാണ്ടി എന്ന ജനകീയനായ നേതാവ്, ജനകീയനായ മുഖ്യമന്ത്രി, ജനങ്ങളെ ചേർത്ത് പിടിച്ചിരുന്ന, ജനങ്ങളെ കേട്ടിരുന്ന, ജനങ്ങൾക്കിടയിൽ ജീവിച്ചിരുന്ന ജനനായകനായ നേതാവ് ഓർമ്മയായിട്ട് ഇന്ന് 3 വർഷം തികയുകയാണ്. പുതുപ്പള്ളി പള്ളിയിൽ ഇപ്പോഴും പ്രാർത്ഥനകളൊക്കെ നടക്കുന്നുണ്ടോ? ആരൊക്കെ എത്തി? ഇന്ന് മുഖ്യമന്ത്രി എപ്പോഴേക്ക് എത്തും? സേതുലക്ഷ്മി, ഇവിടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി കോൺഗ്രസ് പ്രവർത്തകർ, UDF പ്രവർത്തകർ, സാധാരണ ജനങ്ങൾ ഒക്കെ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു മനുഷ്യൻ ഒരു നാടിനോട് എത്രത്തോളം ബന്ധപ്പെട്ട് കിടന്നു, അതിനെത്രമാത്രം വൈകാരികമായ ബന്ധമുണ്ടെന്ന് അടയാളപ്പെടുത്തുന്നതാണ്. ഈ കല്ലറകൾക്ക് മുമ്പിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കുടുംബം എത്തിയിട്ടുണ്ട്. അവർ പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ ജില്ലയിലെയും സംസ്ഥാനത്തെയും പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെയുണ്ട്. രാവിലെ തന്നെ നിരവധിയായിട്ടുള്ള നേതാക്കൾ, ഉമ്മൻചാണ്ടിയുടെ കൈപിടിച്ച് വളർന്ന ഷാഫി പറമ്പിലും PC വിഷ്ണുനാഥും അടക്കമുള്ള ആളുകളൊക്കെ ഇവിടെ എത്തി. അതിന് ശേഷം വിവിധ മന്ത്രിമാർ, ബിന്ദു കൃഷ്ണ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ എത്തി. അങ്ങനെ കേരളത്തിൻ്റെ UDFൻ്റെ പ്രധാനപ്പെട്ട മുഖങ്ങളെല്ലാം ഇവിടേക്ക് എത്തുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഈ പള്ളി അങ്കണത്തിൽ തന്നെ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ KC വേണുഗോപാൽ പങ്കെടുക്കും. KC വേണുഗോപാലാണ് ഇത്തരത്തിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത്. അതിനുശേഷം ഉച്ചയോടുകൂടി മുഖ്യമന്ത്രി എത്തി ആദരമർപ്പിക്കപ്പെടുത്തി പുഷ്പ ഇത്തരത്തിൽ ഉമ്മൻചാണ്ടിയുടെ മുമ്പിൽ, ഓർമ്മകൾക്ക് മുമ്പിൽ തലകുനിക്കും. ഏതാണെങ്കിലും ഈ നാടിനെ സംബന്ധിച്ച് 50 വർഷത്തിനധികം ഉമ്മൻചാണ്ടിയെ ചേർത്ത് പിടിച്ചത്, ഉമ്മൻചാണ്ടിയോട് ചേർന്ന് നിന്നത് ഈ നാടിൻ്റെ ബന്ധം മാത്രമല്ല, ഇവിടെയുള്ള ഓരോ മനുഷ്യർക്കും ഉമ്മൻചാണ്ടിയോടുള്ള ഒരു അടുപ്പം കൂടിയാണ്. നമുക്ക് കേരള രാഷ്ട്രീയത്തിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരാളെ അധികം കാണാൻ കഴിയില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം ഉമ്മൻചാണ്ടിക്ക് ചെല്ലുന്ന എല്ലായിടത്തും, അത് ഓഫീസുകളായിരുന്നു, ചെല്ലുന്ന എല്ലായിടത്തും മനുഷ്യർ ചുറ്റും കൂടുമായിരുന്നു. ആൾക്കൂട്ടങ്ങൾക്കിടയിൽ ആ മനുഷ്യൻ അങ്ങനെ ജീവിച്ചു. ഒരുപക്ഷെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അങ്ങനെ ഒരു കാഴ്ച ഇനി ചിലപ്പോൾ ആവർത്തിക്കപ്പെടാൻ സാധ്യതയില്ലാത്തതാണ്. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് ശൈലികളെക്കുറിച്ചൊക്കെ പലരും വിമർശനം ഉന്നയിക്കുമ്പോഴും ഉമ്മൻചാണ്ടി എല്ലാ കാലത്തും അങ്ങനെയായിരുന്നു. ആ ഓർമ്മകളുടെ തുടർച്ചയാണ് സേതുലക്ഷ്മി ഇപ്പോഴും ഈ 3 വർഷം കഴിഞ്ഞിട്ടും കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ആളുകൾ ഒഴുകിയെത്താനുള്ള കാരണമായി മാറുന്നത്. ഓക്കെ, ശരി അജിത്ത്. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മദിനത്തിൽ കുടുംബം ഒന്നാകെ എത്തി. കുടുംബവും അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്ന മനുഷ്യരുമൊക്കെ എത്തി കല്ലറയിൽ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥന നടത്തുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു അജിത്ത്.